നടക്കുന്നത് ലോകത്ത് പഠിക്കാനുണ്ട് മനുഷ്യന്മാർക്ക്. ഇതൊന്നുമല്ല. അപ്പോൾ യാഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറക്ക് നിരീശ്വരവാദികളോടും പറയാനുള്ളത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അപമാനം നീ ഉള്ളൂ. കാരണം വെച്ചെങ്കിൽ ഈ തുണിൻ്റെ അകത്ത് അല്ല വിമർശിക്കലും എതിർക്കലും എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം, അതിൽ വിമർശനമാവാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇതെന്തെന്നാണ് പറയുന്നത്? ഏതെല്ലാം രൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരൊറ്റപ്പെട്ട വ്യക്തികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അനാചാരങ്ങൾ ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം എന്ന് പറയാൻ പറ്റും. അത് ഏത് മതത്തിൻ്റെ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ മതത്തിൻ്റെ വിശ്വാസികൾ നിലനിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവൾ തൊഴിലാളിയാണ്, ഇവൾ പൈസ വാങ്ങിയിട്ട് മുസ്ലിങ്ങളെ വിമർശിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. ഇവൾക്കുള്ള കുറവെന്തെന്ന് വെച്ചാൽ ഒരു മുസ്ലിം പുരുഷനില്ല, പിന്നെ അറ്റം വെട്ടിയ സാധനത്തിനോട് ഇവൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് ഇത് മനസ്സിലായത്. അതാണ് പിന്നെ എതിർക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഭർത്താവുണ്ടെങ്കിലും അർത്ഥം വെട്ടിയോണാണെങ്കിൽ ഇതിനൊക്കെ എതിർക്കൂലേ? അപ്പോൾ അവനും എതിർക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ദീനുമായിട്ട് മതമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമായോ ഭർത്താവ് ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിലും ഇവളെ